അനിഴ നക്ഷത്രക്കാർ വൃശ്ചിക രാശിയിലുള്ളവർ തന്നെയാണ്. അപ്പോൾ അവർക്ക് 4-ാം ഭാവത്തിലേക്കാണ് രാഹു വരുന്നത്, 5ലേക്കാണ് ശനി വരുന്നത്, അഷ്ടമത്തിലാണ് നമ്മുടെ വ്യാഴവും മാറുന്നത്. അപ്പോൾ അനിഴ നക്ഷത്രക്കാർക്ക് 10-ാം ഭാവത്തിൽ കർമ്മമൊക്കെ ഇപ്പോൾ ഇത്തിരി നല്ല രീതിയിലാണ്. 2024 ഇത്തിരി വലിയ പ്രതിസന്ധി ഇല്ലാതെ നമുക്ക് കാര്യങ്ങൾ പോയിരുന്നു. പെട്ടെന്ന് മാർച്ച് കഴിയുമ്പോൾ നമുക്കൊരു മാറ്റങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പേടിക്കേണ്ടതില്ല. നമ്മുടെ കർമ്മഭാവത്തെ വളരെയധികം ശ്രദ്ധിക്കുക. അതുപോലെ 4-ൽ വീട്ടിൽ പല പ്രതിസന്ധികളുണ്ടാവും. ഒരാൾക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് രോഗങ്ങൾ വരാം. പിന്നെ വീട് പുതുക്കാൻ തോന്നും നമുക്ക്. വീട്ടിലിപ്പോൾ ഓരോ ആചാര്യന്മാർ വരുമ്പോൾ നമുക്ക് അത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞാൽ അതിലേക്കൊക്കെ കുറേ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പം അതൊക്കെ ശ്രദ്ധിക്കണം. എന്നുവെച്ചാൽ 4-ാം ഭാവത്തിൽ രാഹുവാണ്. പെട്ടെന്ന് ഒരു എടുത്തുചാട്ടം നമ്മളിൽ ഉണ്ടാവും. അപ്പം അതൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ കുട്ടികളെ ആയാലും ഇപ്പോൾ നമ്മളാണെങ്കിലും വലിയവരാണെങ്കിലും വിദേശത്തേക്കൊക്കെ പോകുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് പെട്ടെന്നൊരു എടുത്തുചാട്ടം നമുക്ക് വരും. ആ എടുത്തുചാട്ടമൊക്കെ മാറിയിട്ട് വളരെ ശ്രദ്ധിച്ച് ആലോചിച്ച് 1-2 ദിവസം ആലോചിച്ച് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ വരികയാണെങ്കിൽ ഇന്ന് വേണ്ട, 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിച്ച് നമുക്ക് ആൻസർ പറയാനായിട്ട് സാധിക്കണം. അത് പറ്റണം. അതാണ് അനിഴ നക്ഷത്രക്കാർ ഈ പ്രാവശ്യം ചെയ്യേണ്ടത്. അതേപോലെ ശിവക്ഷേത്രത്തിൽ പോവാം, പിന്നെ മുന്നിലും വിളക്ക് കൊടുക്കുക. ദേവി ക്ഷേത്രത്തിൽ പോയിട്ട് ജയദുർഗ മന്ത്രം കൊണ്ട് കർമ്മം ചെയ്യുക.